നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2025 മെയ് മാസത്തെ രേവതി നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലമെന്ന് പരിശോധിച്ചു നോക്കാം. രേവതി നക്ഷത്രം എന്ന് പറയുമ്പോൾ മീനക്കൂറാണല്ലോ. മീനക്കൂർ ചന്ദ്രലഗ്നാധിപതി വ്യാഴമാണ്. കർമാധിപത്യം വഹിച്ചിട്ട് ചന്ദ്രലഗ്നാധിപതിയായിരിക്കുന്ന വ്യാഴം ഇപ്പോൾ 3-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ അപജയസ്ഥാനത്താണ് വ്യാഴപ്പിഴവുള്ള സമയമാണ്. 15-ാം തീയതി കഴിഞ്ഞാൽ 4-ാം ഭാവത്തിലേക്ക് വ്യാഴം മാറും. അപ്പോൾ 4-ാം ഭാവത്തിലും വ്യാഴത്തിന് ഇഷ്ടസ്ഥാനമല്ലാത്തത് കൊണ്ട് വ്യാഴപ്പിഴവുണ്ട്. അപ്പോൾ ഈ വ്യാഴപ്പിഴവുള്ളത് കാരണം കൊണ്ട് ദൈവാധീനത്തിന് വേണ്ടിയിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്കൊക്കെ ചെയ്യണം. കാരണം വെച്ചെന്നാൽ ഗുണഫലങ്ങൾ അനുഭവിക്കണ ദൈവാധീനം വേണം. ഭാഗ്യാധിപതിയായിരിക്കുന്ന ചൊവ്വ 5-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. എങ്കിൽ പോലും നീചത്തിൽ നിൽക്കുന്നു എന്ന് പറയുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് മാനസികമായിട്ട് കുറച്ച് ടെൻഷൻ വർദ്ധിക്കാൻ ഈ മാസത്തിൽ യോഗം കാണുന്നുണ്ട്. മാസാവസാനം ചൊവ്വ ഇഷ്ടസ്ഥാനത്തേക്ക് മാറുന്നുണ്ട്. അതേപോലെ തന്നെ ലഗ്നാൽ ശത്രുസ്ഥാനാധിപതി 3-ൽ നിൽക്കുന്നത് വരെ ഈ 14-ാം തീയതി വരെയുള്ള കാലയളവിനുള്ളിൽ ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾ, സഹായ സ്ഥാനാധിപതി അല്ലെങ്കിൽ സുഹൃത്ത് സ്ഥാനത്ത് ഉള്ള വ്യക്തികൾ, സഹോദര സ്ഥാനത്തുള്ള വ്യക്തികൾ, ഇവരുടെ ഭാഗത്തു നിന്നൊക്കെ അപ്രീതി പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമുക്ക് ഫേവറായിട്ടുള്ള അനുകൂലമായിരിക്കുന്ന നിലപാടുകൾ എടുക്കാനും അവരുടെ ഭാഗത്തു നിന്നും മടി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ദൈവാധീനമില്ല എന്ന് പറയുന്ന ഒരവസ്ഥ കൂടിയുണ്ട്. മാത്രമല്ല 5-ൽ നിൽക്കുന്ന ചൊവ്വ മാനസികമായിട്ട് ടെൻഷൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഭാഗ്യാധിപതി ആയത് കാരണം കൊണ്ട് പുത്രസംബന്ധമായിട്ട് ഭാഗ്യം അനുഭവിക്കാൻ യോഗം ഉണ്ടെങ്കിലും മക്കളെ പ്രതി മാനസികമായിട്ട് ടെൻഷൻ വർദ്ധിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ഇതൊക്കെ ആണെങ്കിലും ലഗ്നത്തിൽ മാളവ്യ യോഗമുണ്ട്. അപ്പം ഗീതപ്രിയോ രജതക്ക പരിസശ്രീ സദ്വസ്ത്ര ഭൂഷണയുധോ വിഷയോപഭോക്താണ്. അപ്പം അത് കാരണം കൊണ്ട് തന്നെ വസ്ത്രലാഭം, നല്ല ഭക്ഷണം, നല്ല യാത്രാ സുഖം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട്. നല്ല കിടപ്പ്, ഇരിപ്പ്, യാത്രകൾ. പിന്നെ കലാപര രംഗത്ത് പ്രവൃത്തി എടുക്കുന്നവരെ സംബന്ധിച്ച് അനുകൂലമാണ്. കലാരംഗത്ത് നിന്ന് നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്ന ഒരു സമയമാണ്. ബുധശുക്ര യോഗമുണ്ട്. അപ്പം 4-ാം ഭാവാധിപതി നിവർത്തി സ്ഥാനാധിപത്യം വഹിച്ച് ലഗ്നത്തിൽ നിൽക്കുന്നത് കാരണം കൊണ്ട് കുടുംബ സുഖം അനുഭവിക്കാൻ അല്ലെങ്കിൽ കുടുംബക്കാരുമായിട്ട് നല്ല ബന്ധത്തിൽ പോകാനായിട്ട് സാധിക്കും. എന്നാൽ 7-ാം ഭാവത്തിൽ ഘടകാരകനായിരിക്കുന്ന കേതു നിൽക്കുകയും 7-ാം ഭാവാധിപതിക്ക് നീചാവസ്ഥ വരികയും ചെയ്തത് കാരണം കൊണ്ട് ഭാര്യാസ്ഥാനത്ത് അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സ്ഥാനത്തുള്ളവർക്ക് ശാരീരികമായിട്ടുള്ള ക്ഷീണാവസ്ഥ, രോഗം പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. 19-ാം തീയതിക്ക് ശേഷം കേതു 6-ാം ഭാവത്തിൽ ഇഷ്ടസ്ഥാനത്തേക്കാണ് മാറുന്നത്. പക്ഷെ 12-ലേക്ക് രാഹു മാറുമ്പോൾ അത് അനാവശ്യമായിട്ടുള്ള ചെലവ് വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. എങ്കിലും ലഗ്നത്തിന് വന്നിരിക്കുന്ന ബന്ധനദോഷം മാറുന്നത് കാരണം കൊണ്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ അനുകൂലമായിട്ട് തടസ്സങ്ങളൊക്കെ മാറി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ചും വിദേശയാത്ര പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊക്കെ അനുകൂലമായിരിക്കുന്ന അവസ്ഥ കാര്യങ്ങൾ ഉണ്ടാകുന്നത് 19-ാം തീയതിക്ക് ശേഷമാണ്. അതുപോലെ വ്യാഴപ്പിഴവിൻ്റെ ഒരു വിഷയമുള്ളത് കാരണം കൊണ്ട് ഭവന സംബന്ധമായിട്ടും പ്രവൃത്തി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് മാനസികമായിട്ട് ടെൻഷൻ വർദ്ധിക്കാനുള്ളൊരു സാധ്യതയാണുള്ളത്. എങ്കിൽ പോലും കർമാധിപതി കർമ്മത്തിലേക്ക് ദൃഷ്ടി ചെയ്ത് നിൽക്കുന്നു എന്ന് പറയുന്ന ഒരവസ്ഥയുള്ള കാരണം കൊണ്ട് തൊഴിലുണ്ടാകും. തൊഴിൽ അന്വേഷിക്കുന്നവർക്കും തൊഴിൽ കിട്ടാനുള്ള യോഗമുണ്ട്. ദൈവാധീനം ഉണ്ടാകാനുള്ള പ്രാർത്ഥന മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തൊഴിൽ അന്വേഷിക്കുന്നവർക്കും തൊഴിൽ കിട്ടും. അതേപോലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചും അനുകൂലമാണ്. പഠനത്തിൻ്റെ കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കാനായിട്ട് സാധിക്കും. എന്തായാലും നല്ല പ്രാർത്ഥന, വഴിപാട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുടക്കാതിരിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.